തന്നെ നല്ല മാറ്റമുണ്ട് കേട്ടോ. കണ്ടില്ലേ, കവളൊക്കെ നല്ല മാറ്റം വന്നിട്ടുണ്ട്. കൂട്ടുകാരെ, എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കണത് നമ്മുടെ മുഖത്തും കഴുത്തിലൊക്കെയുള്ള ചുളിവുകൾ മാറാനും മുഖം നല്ല നിറം വയ്ക്കാനും പറ്റിയ അടിപൊളി ഒരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആയിട്ടാണ്. സൂപ്പറാണ് കേട്ടോ. ഒറ്റ തവണയെങ്കിൽ നിങ്ങൾ ഉപയോഗിച്ച് നോക്കൂ, കിഡിലനായിരിക്കും, കിഡിലന്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോവല്ലേ കേട്ടോ. ഇതുവരെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റും ഒക്കെ ചെയ്തതിന് ചക്കര ഫ്രണ്ട്സിന് ഒരുപാട് നന്ദിയുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ കുഞ്ഞു വീഡിയോയിലോട്ട് വേഗം തന്നെ പോയേക്കാം. അപ്പോൾ ഇന്നത്തെ ഫേസ് പാക്കിൻ്റെ മെയിൻ താരം ആരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പഴുത്ത പഴമാണ് കേട്ടോ. അപ്പോൾ ഈ പഴുത്ത പഴം നമ്മുടെ മുഖത്തുള്ള ചുളിവുകളൊക്കെ കുറയ്ക്കാനൊക്കെ അടിപൊളിയാണ്. മുഖം നല്ല സോഫ്റ്റ് ആവും, സിൽക്കി ആവേ. അപ്പം നമുക്ക് നേരെ പാക്ക് ഉണ്ടാക്കാൻ നോക്കാം. പഴം മാത്രം പോരാ, പഴത്തിൻ്റെ കൂടെ നമുക്ക് കുറച്ച് സാധനം കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ നമുക്കൊന്ന് വേഗം പരിചയപ്പെടാം. അപ്പം നമുക്ക് ഈ പഴം ഉണ്ടല്ലോ, പഴം ഈ സ്പൂൺ വെച്ചൊന്ന് ഉടച്ചൊന്ന് കൊടുക്കട്ടെ. ഉടച്ചുടങ്ങിച്ചിട്ട് പാടാണ്, ഞാൻ കൈ കൊണ്ടൊന്ന് ഉടച്ചെടുക്കട്ടെ കേട്ടോ. ഒരു ചെറിയൊരു കഷ്ണം പഴം മതി, കണ്ടില്ലേ, ചെറിയൊരു കഷ്ണം മതി. ഞാനിത് മുഖത്ത് മാത്രമേ കേട്ടോ തേക്കണുള്ളൂ, ഞാൻ കഴുത്തിലൊന്നും തേച്ച് കാണിക്കണില്ല. നിങ്ങൾ തേക്കുമ്പോൾ മുഖത്തും കഴുത്തിലൊക്കെ തേച്ചോളൂ കേട്ടോ. അപ്പം ഞാൻ നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ട് വരാവേ, കൈ കൊണ്ട് നല്ല ഉടച്ചെടുത്തിട്ട്. അപ്പം ഞാനിതാ പഴം നന്നായിട്ട് ഉടച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട്. ആദ്യം കൈ കൊണ്ട് ഉടച്ച്, പിന്നെ ഞാൻ സ്പൂണും കൊണ്ട് ഇങ്ങനെ ഉടച്ചെടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു കഷ്ണം പഴമാണല്ലോ, നമുക്കത് മിക്സിയിലെ ജാറിലൊന്നും അരയ്ക്കാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ കൈ കൊണ്ട് ഉടച്ചെടുത്തത്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാണ്ട്. നമുക്ക് കുറച്ച് കടലമാവ് ഒന്ന് ഇട്ട് കൊടുക്കാതെ. കടലമാവ് നമുക്കറിയാം നമ്മുടെ മുഖം നല്ല നിറം വയ്ക്കാനും കരിവാളിപ്പ് കുറയാനും ഒക്കെ അടിപൊളി സാധനമാണ് കടലമാവ് അല്ലേ. അപ്പോൾ പഴത്തിൻ്റെ കൂടെ നമുക്ക് കടലമാവൊക്കെ ഇടുമ്പോണ്ടല്ലോ സൂപ്പറായിരിക്കേ. നമുക്ക് ഇച്ചിരി കടലമാവ് ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇട്ട് കൊടുക്കാൻ പോണത് മഞ്ഞൾപ്പൊടിയാണ്. ഒത്തിരി ഒന്നും വേണ്ട, കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ട സാധനമാണ് ചെറുനാരങ്ങയുടെ നീര്. കുറച്ച് ഒഴിച്ചാൽ മതി. ഞാനിത് ചെറിയൊരു ചെറുനാരങ്ങയാണ് എടുത്തേക്കണത്. മതി കേട്ടോ, ഇത്രയും മതിയേ. ഇതാ ചെറുനാരങ്ങയുടെ നീര്, മഞ്ഞൾപ്പൊടി, കടലമാവ്, നല്ല പഴുത്ത പഴം, പിന്നെ ചേർത്ത് കൊടുക്കാൻ പോകുന്നതാണ് തൈര്. തൈരും കൂടെ ഒന്ന് ഒഴിച്ചിട്ടുണ്ട്. നല്ലവണ്ണം മിക്സ് ചെയ്യാം കേട്ടോ. അടിപൊളി പാക്കാണ്. നിങ്ങൾ ഒരു തവണയെങ്കിലും നിങ്ങൾ ഉപയോഗിച്ച് നോക്കൂ പ്ലീസ്. എന്ന് നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റുള്ളൂ. കരിവാളിപ്പ് മാറി, ചുളിവുകൾ മാറി, മുഖം നല്ല സോഫ്റ്റ് ആവും കേട്ടോ. നമ്മൾ ആഴ്ചയിലൊക്കെ 3 തവണയൊക്കെ ഉപയോഗിക്കുവാണെങ്കിൽ നമ്മുടെ മുഖത്തുള്ള ചുളിവുകളൊക്കെ മാറി നമ്മൾ അടിപൊളിയായിട്ട് തിളങ്ങും. ചുളിവുകൾ വരുമ്പോഴാണല്ലോ നമുക്ക് പ്രായം തോന്നിക്കണത്. അപ്പോൾ ഇങ്ങനത്തെ പാക്കൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ചുളിവുകൾ നമുക്ക് അകറ്റാൻ സാധിക്കുന്നതാണ്. അപ്പം നമ്മുടെ പാക്ക് ഇതാ നല്ല മഞ്ഞ കളറിൽ റെഡി ആയിട്ടുണ്ട്. ഇളം മഞ്ഞ കളറിലാട്ടോ. മഞ്ഞൾപ്പൊടി ഞാൻ കുറച്ച് ഇട്ടോളേ, ഇച്ചിരി കൂടുതലിട്ടാലും പ്രശ്നമൊന്നുമില്ല, പക്ഷെ ഇത്ര മതി. ലൈറ്റായിട്ട് മഞ്ഞ കളർ വരുന്നതാണ് നല്ലത്. ഒത്തിരി മഞ്ഞ കളർ വരുമ്പോൾ അധികം ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല. അപ്പം നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ. ഇത് നമ്മുടെ മുഖത്ത് അങ്ങ് തേച്ച് കൊടുക്കുവാണെങ്കിൽ ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞ പോലെ തന്നെ സൂപ്പറാകും. അപ്പം നമുക്ക് പാക്കിങ്ങിൽ തന്നെ വെക്കാം. 2-3 മിനിറ്റ് റെസ്റ്റിന് വെക്കാവേ, എന്നിട്ട് നമുക്ക് തേച്ച് കൊടുക്കാം. അപ്പോൾ 2-3 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ പാക്കൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. പഴം നന്നായിട്ട് അരഞ്ഞ് കിട്ടണേ, എങ്കിലാണ് നമുക്ക് മുഖത്ത് നന്നായിട്ട് അങ്ങ് പിടിപ്പിച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ചെറിയ കഷ്ണം പോലെയൊക്കെ ഉണ്ട്. ഞാൻ സ്പൂണോട് കുറേ ഉടച്ച് നോക്കിയായിരുന്നേ. നല്ലോണം പഴുത്ത പഴമാകുമ്പോണ്ടല്ലോ
അത് നമുക്ക് ഈ പാക്ക് ഉണ്ടാക്കാനൊക്കെ നല്ലതാണ്. ഈ പഴുത്ത പഴങ്ങളൊന്നും കളയണ്ട കേട്ടോ. നമുക്കിതുപോലെ ഫേസ് പാക്കൊക്കെ ആയിട്ട് മുഖത്ത് തേച്ച് കൊടുക്കാം, നമ്മുടെ കൈകളിലൊക്കെ തേച്ച് കൊടുക്കാവേ. ശരിക്കും പറഞ്ഞാൽ ഇത് നമുക്ക് ബോളിയായിട്ടുണ്ടെങ്കിൽ കഴിക്കാൻ പറ്റില്ലേ. കടലമാവ്, പഴം, മഞ്ഞൾപ്പൊടി, തൈര്, ചെറുനാരങ്ങ എല്ലാം ഉണ്ടല്ലോ. അപ്പോൾ ചെറിയൊരു പുളിപ്പ് ഉണ്ടാവുന്നുള്ളൂ ചെറുനാരങ്ങയുടെ നീരിൻ്റെ. അപ്പോൾ ചെറുതായിട്ട് പഴം ഇങ്ങനെ കഷ്ണം പോലെ ഉണ്ട്. എന്തോ ആ ആ ആ ആ തരാവേ. അമ്മ തരും. അപ്പം നമുക്ക് നല്ലോണം അങ്ങ് തേച്ച് കൊടുക്കാവേ. തേക്കുന്നതിനൊപ്പം തന്നെ ഇങ്ങനെ മസാജ് ചെയ്യണം കേട്ടോ. നമ്മുടെ നെറ്റിലേക്കാണല്ലോ ചുളിവുകളൊക്കെ കൂടുതലും വരുന്നത്. അവിടെയൊക്കെ നമുക്ക് ഇച്ചിരി കൂടുതൽ അങ്ങ് തേച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. ചുളിവുകളൊക്കെ മാറി നല്ല സോഫ്റ്റ് ആവും നമ്മുടെ സ്കിന്നൊക്കെ കേട്ടോ. ഈ പഴം വെച്ചുള്ള ഫേസ് പാക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. കാരണം മുഖം നല്ല സോഫ്റ്റാവും നമ്മൾ ഈ പാക്ക് അങ്ങ് തേച്ച് കഴിയുമ്പോൾ. ഇത് മാത്രമല്ല, പഴം വെച്ചുള്ള ഏത് ഫേസ് പാക്ക് ആണെങ്കിലും നല്ലതാണ്. ഞാൻ ആദ്യം വിചാരിച്ച് കഴുത്ത് തേക്കണ്ടെന്നാണ് വിചാരിച്ചത്. അപ്പോൾ എന്തായാലും ഒന്ന് കഴുത്തിലും കൂടെ ഒന്ന് തേച്ച് കൊടുത്തേക്കാം. അപ്പോൾ കഴുത്തിലും തേക്കുമ്പോഴും നമ്മൾ നന്നായിട്ട് മസാജ് ചെയ്യണേ. ഇതുപോലെ അങ്ങ് മസാജ് ചെയ്യണം കേട്ടോ. അപ്പോൾ കയ്യിലൊക്കെ തേക്കാനുള്ള പാക്ക് ഉണ്ട്, നമുക്ക് പിന്നെ തേക്കാൻ മാറ്റി വെച്ചേക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി കേട്ടോ. ചെറിയൊരു പഴം, കടലമാവ്, തൈര്, മഞ്ഞൾപ്പൊടി, ചെറുനാരങ്ങയുടെ നീര്. അടിപൊളി പാക്കാണ്. നമ്മൾ ഈ ഒരു പാക്ക് ഒരു മാസം, അതായത് കണ്ടിന്യൂസ് തേക്കണ്ട, ഓരോ ദിവസം ഇടവിട്ട് തേച്ചാൽ മതി. നല്ല റിസൾട്ട് കിട്ടും. ചുളിവുകളുണ്ടെങ്കിൽ മാറും, കരുവാളിപ്പുണ്ടെങ്കിൽ മാറും. മുഖം നല്ല സൂപ്പറായിട്ട് തിളങ്ങും, സുന്ദരി കുട്ടികളാവും കേട്ടോ. എല്ലാവരും ഈ പാക്ക് ഒന്ന് തേച്ച് നോക്കാം. അടിപൊളി തന്നെയാണ്. ഞാൻ കൂടെ പറയണത് സൂപ്പറായതുകൊണ്ടാണ്. നിങ്ങൾക്ക് എല്ലാം ചെയ്ത് നോക്കുക. എല്ലാവരും വീട്ടിൽ പഴമൊക്കെ മേടിക്കുമല്ലോ. അപ്പം നല്ല പഴുത്ത പഴം തന്നെ എടുക്കണം കേട്ടോ. ഇത് പുറമെ നല്ല തൊലിയുടെ നിറം കണ്ടിട്ട് ഇപ്പം നല്ലോണം പഴുത്തെന്ന് വിചാരിച്ചത്. പക്ഷേ ചില പഴത്തിന് ഇങ്ങനെ എന്താ പറയുക, ശരിക്കും പഴുക്കാത്ത പഴങ്ങളുണ്ടാവേ, ഉടഞ്ഞ് കിട്ടത്തില്ല ശരിക്കും. നിങ്ങൾ എടുക്കുമ്പോൾ മിക്സിയിലെ ജാറിൽ വെച്ചിട്ട് വലിയ പഴം എടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ മിക്സിയിലെ ജാറിൽ നന്നായിട്ട് അരഞ്ഞ് കിട്ടുമല്ലോ. അല്ലെങ്കിൽ ഇങ്ങനെ കൈകൊണ്ട് ഉടച്ചു കൊടുത്തിട്ട് ഇങ്ങനെ അങ്ങ് തേച്ച് പിടിപ്പിച്ചാലും മതി. എങ്ങനെയാണെങ്കിൽ നമ്മുടെ മുഖത്ത് അതിൻ്റെ ഗുണങ്ങളൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് ഉണങ്ങട്ടെ. ഉണങ്ങാൻ കഴിയുമ്പോൾ നമുക്ക് കഴുകി കളയാം. കഴുകി കളയുമ്പം നോക്കിക്കോ, എൻ്റെ മുഖം നല്ല നിറം വയ്ക്കുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് ഉണങ്ങി കഴിയുമ്പോൾ കാണാം. അപ്പോൾ നമ്മുടെ പാക്ക് ഇവിടെ ഉണങ്ങിയിട്ടുണ്ട്. നമുക്കൊന്ന് നനച്ച് കൊടുത്തിട്ടൊന്ന് തുടച്ച് മാറ്റാം കേട്ടോ. ചുണ്ടിലായാലൊന്നും പ്രശ്നമൊന്നുമില്ലേ. താഴെ ഒരു പട്ടിക്കുഞ്ഞുണ്ട്, അവനാണ് ഈ ഒച്ചപ്പാട് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ തുടച്ച് അങ്ങ് മാറ്റാം. ഇങ്ങനെ മസാജ് ചെയ്ത് നമുക്ക് ഈ പാക്ക് ഒന്ന് മാറ്റാം കേട്ടോ. തുടയ്ക്കുമ്പോൾ തന്നെ നല്ല മാറ്റമുണ്ട് കേട്ടോ. കണ്ടില്ലേ, കവളൊക്കെ നല്ല മാറ്റം വന്നിട്ടുണ്ട്. അടിപൊളി പാക്കാണ് കേട്ടോ. ഞാൻ ശരിക്കും എനിക്കൊന്ന് കഴുകാൻ പറ്റില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് കഴുകുന്നേ ഉള്ളേ. കഴുത്തിലെ കഴുകിയില്ല കേട്ടോ, മുഖം മാത്രമേ കഴുകുള്ളൂ. അപ്പോൾ ഞാൻ ജസ്റ്റ് കഴുകലുള്ളൂ. അപ്പം നന്നായിട്ടൊന്ന് കഴുകിയിട്ട് വേഗം വരാവേ. എന്നാലും തുടച്ചപ്പം
നല്ല മാറ്റമുണ്ട്. കണ്ട കവളൊക്കെ നല്ലോണം വെളുത്തു. അപ്പോൾ കഴുകിയിട്ട് വേഗം തന്നെ വരാം. ഞാനിതാ മുഖം നല്ല വൃത്തിയിൽ കഴുകിയിട്ട് വന്നിട്ടുണ്ട്. കഴുത്തും കഴുകിട്ടോ നല്ല വൃത്തിയിൽ കഴിട്ട് വന്നിട്ടുണ്ട്. അപ്പം അടിപൊളി പാക്കാട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയത്തില്ല, നല്ല വ്യത്യാസം അറിയാൻ പറ്റുന്നുണ്ട്. മുഖം നല്ല സോഫ്റ്റായി അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് നമുക്ക് ആഴ്ചയിൽ 3 തവണ ഉപയോഗിക്കുവാണെങ്കിൽ നമ്മുടെ മുഖത്തിലെയും കഴുത്തിലെ ചുളിവുകളൊക്കെ മാറി മുഖം നല്ല നിറം വയ്ക്കാനും അടിപൊളി ഒരു ഫേസ് പാക്കാണ്. നമുക്ക് പ്രായം കുറഞ്ഞു കിട്ടും ഈ ഒരു ഫേസ് പാക്കൊക്കെ ഉപയോഗിക്കുവാണെങ്കിൽ. അപ്പോൾ സൂപ്പറാണ്. എല്ലാ കൂട്ടുകാരും ഒന്ന് ഉപയോഗിച്ച് നോക്കിയിട്ട് നമ്മളൊന്ന് കമൻറ്റ് അറിയിക്കണം കേട്ടോ. എന്തായാലും സൂപ്പർ തന്നെ ആയിരിക്കും. നിങ്ങൾ ഒറ്റ തവണ നിങ്ങൾ ഉപയോഗിച്ച് നോക്കൂ. ഒറ്റ തവണ ഉപയോഗിക്കുമ്പോൾ തന്നെ നിങ്ങൾ പറയും അടിപൊളിയാണെന്ന് പറയും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. വീണ്ടും നല്ല വീഡിയോസ് നമുക്ക് കാണാവേ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.